ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ടോക്സ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലോഡിയോസ്കോപ്പിലെ എ സെഞ്ചുറി ലേറ്റർ എന്നുള്ളൊരു പോയാണ്. അത് എഴുതിയ ആളാണ് ഇംതിയാസ് ദാർക്കർ. അവർ ഒരു പാകിസ്ഥാനി റൈറ്ററാണ്, ആർട്ടിസ്റ്റാണ്, ഫിലിം ഡയറക്ടറാണ്, പോയറ്റാണ്. അതുപോലെ തന്നെ അവർ സ്വയം ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്കോട്ടിഷ് മുസ്ലിം കാൽവിനിസ്റ്റ് എന്നാണ്. ഏറ്റവും കൂടുതലും സംസാരിച്ചിട്ടുള്ളത് ഫീമെയിൽ സപ്രഷൻ, അതുപോലെ സബ്ജുഗേഷൻ, ഡിസ്ക്രിമിനേഷൻ, അതിനൊക്കെ എതിരായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇവർ സംസാരിച്ചിട്ടുള്ളത്. പോയട്രിയുടെ 6 കളക്ഷൻസ് അവരുടെ സ്വന്തമായിട്ടുണ്ട്. അതുപോലെ ബ്ലസ്സിങ് ദിസ് റൂം, ലിവിങ് സ്പേസ് ഇൻ വെയിൽസ്, ദ റൈറ്റ് വേർഡ്, ഇങ്ങനെയുള്ള കുറച്ച് പോയിൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് AQA CCSE കരിക്കുലമിൽ, സ്കൂളിലും കോളേജിലുള്ള കരിക്കുലമാണ്, അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 300 ഫിലിംസ് ഇവർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതലും ഫീമെയിൽസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു റൈറ്ററാണ് ഇംതിയാസ് ദാർക്കർ. ഈ ഒരു പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു പോയം എഴുതാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് വിൽഫ്രഡ് ഓവൻ്റെ വാർ പോയമായിട്ടുള്ള ആന്തം ഓഫ് ഡൂംഡ് യൂത്ത് എന്നുള്ള ഒരു പോയത്തിൽ നിന്നാണ്. ഈ ഒരു പോയത്തിലും ഇംതിയാസ് ദാർക്കറിൻ്റെ സെഞ്ചുറി ലേറ്ററിലും എന്താണ് വാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ സ്കൂൾ ഗേൾസിനെ കമ്പയർ ചെയ്തിട്ടാണ് സംസാരിച്ചത്. അതായത് സ്കൂൾ ഗേൾസിനെ വാറുമായിട്ടും ഒക്കെയാണ്, വാർ ഫ്രണ്ട്സായിട്ടൊക്കെയാണ് ഇതിൽ കമ്പാരിസൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ കുറേ സിമ്പിൾസും ഇമേജറീസും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഒണമാറ്റോപോയിക് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മലാല യൂസഫ്സായിനെ അറിയും. പാകിസ്ഥാനിലെ ഒരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ ഒരു വുമൺ, ഒരു ഗേളാണ്. അവർ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് വുമൺസിൻ്റെ എഡ്യൂക്കേഷന്, മുസ്ലിം ഗേൾസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിലേക്ക് മുസ്ലിം സ്റ്റുഡൻസ് കയറരുത്, ഗേൾ സ്റ്റുഡൻസ് കയറരുത് എന്ന് പറഞ്ഞപ്പോൾ മലാല യൂസഫ്സായി ആണ് ധൈര്യത്തോട് കൂടിയിട്ട് സ്കൂളിലേക്ക് പോയതും. അതേപോലെ തന്നെ അവരെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് 2012. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. മലാല യൂസഫ്സായി ഒരു യങ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റാണ്. അതുപോലെ വുമൻസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്ത. ഇനി ഈ പോയത്തിലേക്ക് കടക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസ് എന്ന് പറയുന്നത് വെച്ചാൽ, ദ സ്കൂൾ ബെൽ ഈസ് എ കോൾ ഓഫ് ബാറ്റിൽ, എവറി സ്റ്റെപ്പ് ടു ക്ലാസ് എ സ്റ്റെപ്പ് ഇൻ ടു ദ ഫയറിംഗ് ലൈൻ, ഹിയർ ഈസ് എ ടാർഗറ്റ്, ഫൈൻ സ്കിൻ അറ്റ് ദ ടെമ്പിൾ, ചീക്ക് സ്റ്റിൽ റൗണ്ടഡ് ഫ്രം ബീയിങ് 15. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, എല്ലാ സ്കൂൾ ബെല്ലിൻ്റെ സൗണ്ട് എന്താണ്, ബാറ്റിലേക്ക് പോകാനുള്ള ബെല്ല് പോലെ ആണ്. അതായത് കമ്പയർ ചെയ്തിരിക്കുകയാണ്. സ്കൂൾ ബെല്ല് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, അത് ബാറ്റിലിനുള്ള ഒരു കോൾ പോലെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു അലറാം പോലെയാണ് തോന്നുന്നത്. എല്ലാ സ്റ്റെപ്പും, എവറി സ്റ്റെപ്പ് ടു ദ ക്ലാസ് ലൈക്ക് എ സ്റ്റെപ്പ് ഇൻ ടു എ ഫയറിംഗ് ലൈൻ. നമ്മൾ ഗേൾസ്, ആ കുട്ടികൾ ക്ലാസ്സിലേക്ക് വെക്കുന്ന ഓരോ സ്റ്റെപ്പും ഏതുപോലെയാണ്, ഫയറിംഗ് ലൈനിലേക്ക്, ആ ഒരു വാറുള്ള സ്ഥലത്തിലേക്ക് വെക്കുന്ന സ്റ്റെപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഹെയർ ഈസ് ദ ടാർഗറ്റ്, അതായത് നമ്മുടെ ടാർഗറ്റ്. ആരാണ് ടാർഗറ്റ്? ഫൈൻ സ്കിൻ അറ്റ് ദ ടെമ്പിൾ, ഫൈൻ സ്കിന്നുള്ള, ചീക്ക് സ്റ്റിൽ റൗണ്ടഡ് ഫ്രം ബീയിങ് 15. അതുപോലെ നല്ല റൗണ്ടഡ് ആയി ചീക്കൊക്കെ ഉള്ള ഒരു 15 ഇയേഴ്സ് ആയിട്ടുള്ള ടാർഗറ്റ് അതാ നിൽക്കുന്നു. അതായത് ഒരു സ്കൂൾ ഗേൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളെ ടാർഗറ്റ്. സറൗണ്ടഡ് ഷീ ടേക്ക് ദ ബുള്ളറ്റ് ഇൻ ഹെഡ്. അവളെന്ത് ചെയ്യുന്നു, അവളെ സറണ്ടർ ചെയ്യുന്നു, ആൾക്കാരെല്ലാവരും കൂടി സറൗണ്ട് ചെയ്യുന്നു. അതുപോലെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ തലയിൽ ബുള്ളറ്റ് ഏറ്റുവാങ്ങുകയാണ്. ആൻഡ് വാക്സ് ഓൺ. പക്ഷെ ആ ബുള്ളറ്റ് ഏറ്റുവാങ്ങിയതിന് ശേഷം അവൾ അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല, അവൾ മുന്നിലേക്ക് നടക്കുന്നുണ്ട്. ദ മിസൈൽ കട്ട് എ പാത്വേ ഇൻ ഹെർ മൈൻഡ് ടു എ ഓർക്കേഡ് ഇൻ ഫുൾ ബ്ലോസം, എ ഫീൽഡ് ഹമ്മിങ് അണ്ടർ ദ സൺ, ഇറ്റ്സ് ലാപ്പ് ഓപ്പൺ ആൻഡ് ഫുൾ ഓഫ് പോപ്പീസ്. അപ്പോൾ ഈ ഒരു മിസൈൽ, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബുള്ളറ്റ് മിസൈൽ പോലെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ ആ കട്ട് ചെയ്യുന്നത് എന്താണ്, അവളുടെ മനസ്സിലുള്ള ഒരു പാത്വേ ആണ്, ഒരു പുതിയൊരു വേ ആണ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ആ വേ എങ്ങോട്ടാണ് പോകുന്നത്, ഫുൾ ബ്ലൂമിൽ നിൽക്കുന്ന ഓർക്കാഡിൻ്റെ ഒരു പൂന്തോട്ടത്തിലേക്കാണ് അവളെ നയിക്കുന്നത്. അതുപോലെ എ ഫീൽഡ് ഹമ്മിങ് അണ്ടർ ദ സൺ, ഒരു ഫീൽഡ് ഉണ്ട്, സണ്ണിൻ്റെ താഴെയുള്ള സുന്ദരമായ ഒരു ഫീൽഡ്.
ഇറ്റ്സ് ദ ലാപ്പ് ഓപ്പൺ ആൻഡ് ഫുൾ ഓഫ് പോപ്പീസ്. അത് ഫുൾ ഓഫ് പോപ്പീസ് ആണ് ആ ഫീൽഡ് മൊത്തം. അങ്ങനത്തെ ഒരു നല്ല ഒരു ഇമേജാണ് കാണിക്കുന്നത്. അതായത് ഒരിക്കലും ആ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ട് അവൾ എന്താ ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ആവുന്നില്ല, അല്ലെങ്കിൽ മരിച്ചു വീഴുന്നില്ല. ആ ബുള്ളറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവൾ വാക്ക് ചെയ്യണം, മുന്നിലേക്ക് നടക്കുകയാണ്. ആ ഒരു ബുള്ളറ്റ് കൊള്ളുമ്പോൾ അല്ലെങ്കിൽ അത് ബുള്ളറ്റ് കട്ട് ചെയ്യുന്നത് എന്താണ്, അവൾക്കൊരു പുതിയ പാതയാണെന്ന് പറയുന്നത്. പുതിയൊരു പാത. ആ പാത എങ്ങനെയുള്ളതാണ്? ഫുൾ ബ്ലൂം ആയിട്ടുള്ള ഓർക്കിഡ്സും അതുപോലെ പോപ്പീസും ഉള്ള പോപ്പീസിൻ്റെ ഫീൽഡിലേക്കും അങ്ങനെയുള്ള ഒരു നല്ലൊരു ഇതിലേക്കാണ് ഇവൾ കടന്നു പോകുന്നത്. ഇതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇത് ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറയുന്നു. അതേപോലെ തന്നെ ഈ വാറിൽ നിന്ന്, അതായത് എങ്ങനെയാണ് ഇവർ ഇതിനെ ഫേസ് ചെയ്തിട്ട് അതിലേക്ക് മുന്നോട്ട് ഇനിയും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മുന്നിലേക്ക് പോയത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ഇമേജസും സിമ്പിൾസും കമ്പാരിസണൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ദിസ് ഗേൾ ഹാസ് വോൺ ദ റൈറ്റ് ടു ബി ഓർഡിനറി. അതായത് ഒരു ഓർഡിനറി ആയ ഒരു ഗേളിനെ പോലെ അവൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അവൾക്കുള്ള റൈറ്റ്സ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എഡ്യൂക്കേഷനുള്ള റൈറ്റ്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വിയർ ബാംഗിൾസ് ടു എ വെഡ്ഡിങ്, പെയിൻറ്റ് ഹെർ ഫിംഗർ നെയിൽസ് ടു ഗോ ടു സ്കൂൾ, ബുള്ളറ്റ് ഷീ സീസ് യു ആർ സ്റ്റുപ്പിഡ്, യു ഹാവ് ഫെയിൽഡ്, യു കനോട്ട് കിൽ എ ബുക്ക് ഓർ ദ ബസ്സിങ് ഇൻ ഇറ്റ്. അപ്പോൾ ഇപ്പോൾ അവൾ എന്താണ്, ഇതിനെല്ലാം മറികടന്നിട്ട് ഒരു ഓർഡിനറി ഗേളിനെ പോലെ ആയിരിക്കുകയാണ്. അവളെന്താണ്, അവളുടെ ബാംഗിൾസ് കല്യാണങ്ങൾക്കിടും, അതുപോലെ ഫിംഗർ നെയിൽസിൽ പെയിൻറ്റ് ചെയ്യും, അതുപോലെ സ്കൂളിലേക്ക് പോകും. എങ്ങനെയാണ് ഒരു ഓർഡിനറി ഗേളിൻ്റെ ജീവിതം, അതേപോലെയാണ് ഈ ഒരു മുസ്ലിം ഗേൾസിൻ്റെയും ജീവിതത്തിൽ വന്ന ചേഞ്ച്. ഇതിനെതിരെ പോരാടിയിട്ട് കിട്ടിയുള്ള എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ അവൾ പറയുന്നുണ്ട് എന്താണ്, ബുള്ളറ്റ് യു ആർ സ്റ്റുപ്പിഡ്. ബുള്ളറ്റ് നീ ഒരു സ്റ്റുപ്പിഡാണ്. കാരണം യു ഹാവ് ഫെയിൽഡ്, നീ തോറ്റിട്ടുണ്ട്. യു കനോട്ട് കിൽ എ ബുക്ക് ഓർ ദ ബസ്സിങ് ഇൻ ഇറ്റ്. നിനക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബുക്കിനെ കൊല്ലാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ല, അത് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു സ്റ്റുപ്പിഡാണ്, നീ നിൻ്റെ ഇതിൽ ഫെയിലായിട്ടുണ്ട്. നിൻ്റെ ഈ ചെയ്ത കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നീ ഫെയിലായിട്ടുണ്ട് എന്നാണ് പറയണത്. ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്, എ മർമർ എ സ്വാം ബിഹൈൻഡ് ഹെർ വൺ ബൈ വൺ, ദ സ്കൂൾ ഗേൾസ് ആർ സ്റ്റാൻഡിങ് അപ്പ് ടു ടേക്ക് ദെയർ പ്ലേസ് ഓൺ ദ ഫ്രണ്ട് ലൈൻ. അപ്പോൾ നമുക്കൊരു കേൾക്കാൻ പറ്റുന്നുണ്ട്, വലിയ മൂളലൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ ബാക്കിൽ കുറേ പെൺകുട്ടികൾ 1 by 1 ആയിട്ട് ലൈനായി നിൽക്കുന്നുണ്ട്. അവരൊക്കെ എന്തിനാണ് നിൽക്കുന്നത്, ഈ ഒരു ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതായത് ബാക്കി ഒരാളുടെ ധൈര്യം കാരണം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ പെൺകുട്ടികൾക്കും അവർക്ക് എഡ്യൂക്കേഷന് വേണ്ട റൈറ്റ്സിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് ലൈനായി നിൽക്കുകയാണ്. അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ബുള്ളറ്റിനെ പേടിക്കുന്നില്ല. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മുന്നിലേക്ക് വരികയാണ്. ഇത്രയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നുള്ളൂ. സിമ്പിൾ പോയാണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ പോയാണ്.